നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചോദ്യം ചെയ്താൽ മതി, അറസ്റ്റൊന്നും വേണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ സംരക്ഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നിയമത്തിന് മുകളിലാണോ? ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം തീരുന്ന കാലം. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടന്നത് സ്വർണ്ണക്കൊള്ള. അറസ്റ്റ് ഒഴിവാക്കാൻ രാഷ്ട്രീയ കവചവും. ചോദ്യം ചെയ്യൽ നാടകമാകുന്നു. വൻ അഴിമതി കേസിൽ മുൻ മന്ത്രി സുരക്ഷിതൻ. കടകംപള്ളി അറസ്റ്റിലാകാത്തത് എന്തുകൊണ്ട്? തെളിവുകൾ ഉയരുമ്പോഴും കൈവിലങ്ങ് കാണാത്ത നേതാക്കൾ. ഭക്തർ കാശിട്ട് കെട്ടിയ കാണിക്ക സ്വർണം അത് സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ സംശയത്തിലാകുമ്പോൾ വിശ്വാസികൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒപ്പില്ലെന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരുടെ വിശ്വാസവേദന മായുമോ? ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന്റെ മതിലിനുള്ളിൽ ഒതുങ്ങുകയാണോ? ഒപ്പില്ലെന്നത് നിയമവാദമാകാം, പക്ഷേ വിശ്വാസവഞ്ചനയ്ക്ക് ആരാണ് ഉത്തരവാദി? അയ്യപ്പ ഭക്തർ ചോദിക്കുന്നു. കടകംപള്ളിയാണോ അയ്യപ്പ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് 3 ദിവസമാണ് മറച്ചുവെച്ചത്. പ്രതിപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല എന്നാണ്. അതേസമയത്ത് തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും ചോദ്യമുനയിൽ എത്തും എന്നുള്ള കാര്യം പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷത്തിനെതിരെ CPM വാദങ്ങൾ ഉയർത്തിവിടുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു വിമർശനം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന്. ആ വിമർശനം ഇപ്പോൾ CPM തിരിച്ചുയർത്തുകയാണ്. അതേസമയത്ത് തന്നെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുന്നു. മറ്റൊരു കാര്യം കൂടി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ പ്രസിഡന്റ് PS പ്രശാന്ത് സംശയനിഴലിലാണ്. പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. കടകംപള്ളിയേക്കാൾ കുരുക്ക് മുറുകിയിരിക്കുന്നത് പ്രശാന്തിനാണ്. കാരണം പ്രശാന്തിന്റെ കാലത്താണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. അതിന്റെ കാര്യത്തിൽ പ്രശാന്ത് പറയുന്ന ന്യായീകരണങ്ങൾ തെറ്റാണെന്ന് തെളിയുകയും ചെയ്തതാണ്. പ്രശാന്തും അറസ്റ്റിലാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ശ്രീ ശ്രീജിത് പണിക്കർ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ MK ഹരിദാസ്, വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത് പണിക്കർ, ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് രക്ഷപ്പെടാൻ സാധിക്കും ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ എന്നാണല്ലോ. പക്ഷേ ദേവസ്വം മന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ, ഈ തട്ടിപ്പൊക്കെ സന്നിധാനത്ത് സംഭവിക്കുമോ? ഇത് മഞ്ജുഷ്, സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളുടെ എല്ലാം, അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള മലയാളികളുടെ മുഴുവനും സംശയമാണിത്. കാരണം ഇതൊരു ലാർജ് സ്കെയിൽ തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പ് ദേവസ്വത്തിലെ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർക്കും സ്പോൺസർഷിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർക്ക് ഒക്കെ തന്നെ പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ശബരിമലയിലെന്നല്ല, അവരുടെ വകുപ്പിൽ എവിടെയാണെങ്കിലും ഒരു ഇലയണങ്ങിയാൽ പോലും എല്ലാവരും തന്നെ അറിയും എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു തത്വം എന്നിരിക്കെ എന്തുകൊണ്ടാണ് ദേവസ്വത്തിൻ്റെ ഭരണകർത്താക്കളായിട്ടുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അറിയാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ട് ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആൾക്കാരെയോ ഗോവർദ്ധനെയോ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. കാരണം ഏതെങ്കിലും നിലയ്ക്ക് ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ മറ്റേതെങ്കിലും ദേവസ്വം മന്ത്രിയോ ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള ദേവസ്വത്തിൻ്റെ സ്റ്റാഫുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രം മതിയാകും. പക്ഷേ അതിനും മുകളിലേക്ക് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ തുടങ്ങിയ ആൾക്കാരുമായിട്ട് ഇവരെല്ലാവരും തന്നെ സമയം ചെലവഴിച്ചതായിട്ടും പല പരിപാടികളിൽ പങ്കെടുത്തതായിട്ടും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഉണ്ടായത്? എന്താണ് ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം? ഈ രീതിയിലത്തേക്കുള്ള ചോദ്യങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നതിന് ഇതുവരെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ മറ്റേതെങ്കിലും CPMന്റെ നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല. അല്ല, CPMന്റെ നേതാക്കളും കടകംപള്ളിയും ഒക്കെ പറയുന്നത് ഇക്കാര്യമൊന്നും ദേവസ്വം മന്ത്രി അറിയേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രത്യേക എൻറ്റിറ്റി ആണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത്, ദേവസ്വം ബോർഡുകൾ എന്നുള്ളത്. അതിൽ സർക്കാരിന് അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. പ്ലെയിനായിട്ട് അങ്ങനെ അങ്ങ് പറയുകയാണ്. കാരണം ഒന്നിലും ഒപ്പിടുന്നില്ല, ഒരു കാര്യത്തിലും നിർദ്ദേശം നൽകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് പോലും അവർക്കുണ്ടാകേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ, അത് ഉദ്യോഗസ്ഥരാകാം, ഭരണസമിതിയിലുള്ള ആൾക്കാരാകാം, അവരുമായിട്ടുള്ള ലിമിറ്റഡ് ഇന്ററാക്ഷൻസ് മാത്രം മതിയാകും. അതിനപ്പുറത്തേക്ക് ദേവസ്വത്തിന്റെ ഡയറക്റ്റ് സ്റ്റാഫ് അല്ലാതെ ഇരിക്കുന്ന തന്ത്രിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ അവർക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടുന്ന ആവശ്യമുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗോവർദ്ധനെ പോലുള്ള ആൾക്കാർ ഒക്കെ തന്നെ ഇവരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇവരെ വിശദീകരിക്കുന്ന തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് ഇവരെല്ലാവരും തമ്മിൽ
വലിയ യോജിപ്പ്, വലിയ താല്പര്യങ്ങളൊക്കെ തന്നെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹത്തിൽ പ്രസക്തമാകുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് കടകംപള്ളിയെ കൃത്യമായിട്ടുള്ള മറുപടി അറസ്റ്റ് നൽകാൻ ഇവർക്ക് ചെയ്യണമെങ്കിൽ കഴിയുന്നില്ല. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അറസ്റ്റിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ വരണമല്ലോ. ഇപ്പോൾ തീർച്ചയായും പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് 2019 പത്മകുമാർ ദിവസങ്ങളായി ജയിലിലാണ്. അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടുന്നില്ല. പക്ഷേ പത്മകുമാറിനെതിരെ ഇതുവരെ CPM ഒരു നടപടിക്ക് തയ്യാറായിട്ടില്ല. ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ് പത്മകുമാർ ഉള്ളത്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്, പത്മകുമാറിന്റെ വാ മൂടിക്കെട്ടുകയാണോ ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന്. കാരണം നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പത്മകുമാർ ചില കാര്യങ്ങൾ പറയും, മൊഴികൾ വന്നാൽ അറസ്റ്റിലേക്ക് പോകേണ്ടിയും വരും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണമുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള ചുമതലയിൽ നിന്നോ അദ്ദേഹത്തിനുള്ള പദവികളിൽ നിന്നോ ഇപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് CPM അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നാണ്. അപ്പോൾ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എങ്കിൽ പാർട്ടിയിലുള്ള മറ്റാർക്കെങ്കിലുമെതിരെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയരുത് എന്നുള്ള പരോക്ഷമായിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. കാരണം പാർട്ടിയുടെ താങ്ങുണ്ട്, പാർട്ടിയുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് എങ്കിൽ പിന്നീട് തിരിച്ച് ആ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. തന്നെ ഉൾക്കൊള്ളാത്ത, തന്നെ സംരക്ഷിക്കാത്ത പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും പത്മകുമാറിന് മാത്രമായിട്ട് വന്നു ചേരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പത്മകുമാർ ഈ അന്വേഷണം വളരെ കൃത്യമായ ദിശയിലാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പത്മകുമാറിന്റെ അറസ്റ്റിനെ അദ്ദേഹം ദുരൂഹമായിട്ട് കാണുന്നില്ല. അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികതയായിട്ട് കാണുന്നില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുറത്താക്കുന്നതിനോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കുന്നതിനോ CPMന് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ പത്മകുമാറിനോട് പറയുകയാണ് പരോക്ഷമായിട്ട്, പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാർട്ടിയിലുള്ള മറ്റാർക്കെങ്കിലുമെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയരുത് എന്ന് തന്നെയാണ് ആ സന്ദേശം. ശരി, അപ്പോൾ ബൽദേവ് അതിനർത്ഥം സച്ചിദാനന്ദൻ, എന്താണ്? ഇത് CPMന് പൊതുസമൂഹം സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ശരിയാണ്, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇടപെടുന്നില്ല സംസ്ഥാന സർക്കാർ, ദേവസ്വം വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാം, അവിടെ ഒരു ഒപ്പിടുന്ന ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം. അവിടെ സാങ്കേതികമായ അങ്ങനെയുണ്ട്. പക്ഷെ ഒരു മൊഴി വരികയാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം, കാരണം കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി, ചിലപ്പോൾ ഒന്നിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇതിനൊക്കെ അന്വേഷണ സംഘത്തിന് കഴിയും. അപ്പോൾ അങ്ങനെ മൊഴി വരാതിരിക്കുന്നതിന് വേണ്ടി പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ കടകംപള്ളിയെ സേഫ് ആക്കുക എന്നുള്ള കാര്യം അവിടെ വന്നു കഴിഞ്ഞുവല്ലോ. പൊതുസമൂഹം സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഒരു നാടകമായിട്ട് അങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. കേൾക്കുന്നില്ല ബൽദേവ്, കേൾക്കുന്നില്ല. ബൽദേവ് കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. കേൾക്കുന്നില്ല, താങ്കളിലേക്ക് വരാം. ശ്രീ വസന്തകംപള്ളി, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അടൂർ പ്രകാശും ആ ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് വരികയാണ്. അല്ല, അടൂർ പ്രകാശിലേക്ക് വരട്ടെ. അടൂർ പ്രകാശിനെയോ ഇനി വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അടൂർ ഗോപാലകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നോക്കൂ, കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ ആദ്യമായി SIT രൂപീകരിക്കാൻ ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് തീരുമാനിക്കുമ്പോൾ, കേരളത്തിന്റെ ഹൈക്കോടതി തീരുമാനിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? 2019 തൊട്ടുള്ള വിഷയങ്ങൾ അന്വേഷിച്ചാൽ പോരാ, 96 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇതിനെ വ്യതിചലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. 2019 ശേഷമാണ് അയ്യപ്പന്റെ സ്വർണം കാണാതായത്, ശാസ്താവിന്റെ ധനം കാണാതായത് 2019 മുതലാണ്. അവിടെ കൊള്ള നടന്നത് ആ കാലം തൊട്ടാണ്. അതുകൊണ്ട് ആ കൊള്ളയെപ്പറ്റി അന്വേഷിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് 2019 തൊട്ടുള്ള അന്വേഷണം മതി എന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞെടുത്താണ് ഇന്ന് SIT. നോക്കൂ, CPMന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എങ്ങനെയാണ് അടൂരിലേക്ക് അന്വേഷണം എത്തുന്നത്? നോക്കൂ, ഇപ്പൊ കടകംപള്ളിയെ രഹസ്യമായി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയ ആ ബന്ധമൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും. കാരണം കോൺഗ്രസ് നേതാക്കളാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. ആ കാര്യത്തിലേക്ക് അന്വേഷണം പോകുന്നതിന് വേണ്ടിയായിരിക്കാം കേട്ടോ. അങ്ങനെയാണല്ലോ.
അല്ല നോക്കൂ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി CPM നേതാക്കളുടെ മെയിൻ ക്യാപ്സ്യൂൾ എന്നോട് ഡോക്ടർ ഗോപൻ CPM-ന്റെ പ്രതിനിധിയായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ ഈ പാട്ട് മാറ്റി പാടേണ്ടി വരും. പോറ്റിയെ കയറ്റിയത് ആരാണ്? ആ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ പാടേണ്ടി വരുമെന്നാണ്. അപ്പൊ എന്റെ ചോദ്യം, ഈ പറയുന്ന SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന് CPM നേതാക്കൾക്ക് എങ്ങനെയാണ് മിനിഞ്ഞാന്നേ മനസ്സിലായത്? അപ്പൊ SIT-യിൽ നിന്ന് ഈ വിവരങ്ങൾ ചോരുന്നുണ്ട്. ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഈ കാര്യങ്ങൾ പറയുന്നു. SIT-യുടെ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരെ ഇവിടെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ട് എന്ന ഞങ്ങളുടെ വാദം കൃത്യമാവുകയല്ലേ? CPM നേതാക്കൾ മിനിഞ്ഞാന്ന് വന്ന് ചാനലിൽ ഇരുന്ന് പറയുന്നു അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകുന്നു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഓർത്തിരുന്നോളൂ, നിങ്ങൾ നോക്കിയിരുന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതേ കാര്യം അതേ SIT-യുടെ ഭാഗത്തു നിന്ന് അതിന്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് രഹസ്യമായി വേണം എന്ന് വാശി പിടിക്കുന്ന SIT അടൂർ പ്രകാശിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ രഹസ്യമില്ല. അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് വാർത്തയായി കിട്ടുന്നു. അതെങ്ങനെയാണ്? അപ്പോ ഈ അന്വേഷണത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു വെച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണത്തിന്റെ മാനം മാറ്റാൻ വേണ്ടിയുള്ള, അതായത് അതിന്റെ രാഷ്ട്രീയ മാനം, പൊളിറ്റിക്കൽ ലൈൻ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, സംശയമില്ല, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് കേൾക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ശരി, കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വന്നത് പത്മകുമാറിന്റെ കാര്യമായിരുന്നു. ശ്രീജിത്ത് അത് പറയുകയും ചെയ്തു. പത്മകുമാർ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട് CPM. അതിന് കാരണം ഒരു മൊഴി വന്നാൽ അത് കടകംപള്ളിക്ക് എതിരായാൽ കടകംപള്ളി അറസ്റ്റിലാകും. അല്ല, അതിന് നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വിശേഷിച്ച് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു തെളിവ് വേണം. ഇവിടെ ഒരു അക്യൂസ്ഡിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്, കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി നടത്തുന്ന ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് മറ്റ് പ്രതികളിലേക്ക് നീങ്ങിയാൽ അത് താൽക്കാലികമായിട്ട് ശരിയാണ് മഞ്ചേഷ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം. പക്ഷെ കോടതി മുമ്പാകെ വരുമ്പോൾ ആ എവിഡൻസുകൾ കോടതി മുൻപാകെ തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ബുദ്ധിമുട്ടാണ്. ഗൂഢാലോചനയാണല്ലോ അവിടെ വരുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ, ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPM-ന് ഉണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. അക്കാര്യവും ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ പത്മകുമാർ മിണ്ടരുത്. അങ്ങനെ ഒരു അതാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പത്മകുമാർ ചെറിയ വ്യക്തിയൊന്നുമല്ല, മുൻ MLA-യും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് CPM-ന് ഉണ്ടാകുന്ന ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അങ്ങനെ പ്രതിഫലിച്ചിട്ട് കൂടി എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ ഇതുവരെ പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുക മാത്രമാണ്. രാഷ്ട്രീയ സംരക്ഷണമുണ്ട് എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് നൽകുകയാണ്, അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റു കാര്യങ്ങൾ ഉണ്ടാകരുത്. കാരണം പത്മകുമാർ പലപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവതുല്യർ എന്നുള്ള പദപ്രയോഗം. അപ്പോൾ അതൊരു ഭീഷണി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എനിക്കെതിരെ നടപടി ഉണ്ടായാൽ എന്റെ വായിൽ നിന്ന് പലതും വരുമെന്ന്. അല്ല, മഞ്ചേഷ് പത്മകുമാറിനെതിരെ ഇതിനെ സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പൊതുജനം സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതല്ലേ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നടക്കുന്ന ഡ്രാമയെന്ന്? എനിക്ക് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന 1-2 കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനോ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ഈ മോഷണത്തില് ഈ കൊള്ളയിൽ പങ്കില്ല എന്ന് വരുത്താനോ, കാരണം അവിടെ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വങ്ങളുടെ ഭരണത്തിലെ കാര്യമായിട്ട് ഇടപെടാൻ എന്തൊരു തെറ്റായിട്ടുള്ള ധാരണയത്. 340 കോടി രൂപ 2021 മുതൽ 2025 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 160 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായാലും കൊച്ചിൻ ദേവസ്വം ബോർഡിനായാലും മലബാർ ദേവസ്വം ബോർഡിനായാലും കൊടുക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ നികുതി പണം ഒരു ദേവസ്വം ബോർഡിന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ആ വകുപ്പ് മന്ത്രിക്ക് യാതൊരുവിധ അധികാരവുമില്ല ഇടപെടാൻ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അത് നമ്മൾ പരസ്പരം നമുക്ക് പറയാമെന്നല്ലാതെ അതിന് ഒരു സാങ്കേതികത്വവുമില്ല. രീതിയിലായി കഴിഞ്ഞു ശ്രീ ഹരിദാസ്, അത് പറഞ്ഞു ഫലിപ്പിക്കുന്ന രീതിയിലായിപ്പോയി. മാത്രമല്ല കോടതിയിൽ നിന്ന് പല ഉത്തരവുകളും ഇതിനകം വന്നിട്ടുണ്ട്, സെപ്റ്റംബർ 2ാമത്തെ ആഴ്ച മുതൽ കേരള ഹൈക്കോടതിയിൽ നിന്ന്. പക്ഷെ അതിലൊന്നും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടന്ന് മുകളിലേക്ക് ഒരു പരാമർശവും വന്നിട്ടില്ല. അതുകൂടി ഇതിനെ ബലപ്പെടുത്തുകയാണ്. ഒന്നിലും ഒപ്പിടുന്നില്ല ദേവസ്വം മന്ത്രി എന്നൊക്കെ ആ ഒരു വ്യാഖ്യാനമായി കഴിഞ്ഞു.
CPM ഹാൻഡിലുകളിൽ നിന്ന്, CPM നേതാക്കളിൽ നിന്ന്? അല്ല, ഈ ഒപ്പിടുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഒരു ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങളിലുള്ള കാര്യം. ഒരു മന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ഈ മന്ത്രിമാരെ അടിക്കടി ഇപ്പൊ ജി സുധാകരൻ എന്ന് പറയുന്ന മുഴുത്ത കമ്മ്യൂണിസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിലെ ഗോപുരം വരയ്ക്ക് പോയിട്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അദ്ദേഹം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒപ്പിട്ടുകൊണ്ടാണോ? ഈ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല ഈ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ശബരിമലയിലെ എല്ലാ സീസണിലും പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ട ഉത്തരവാദപ്പെട്ടവരെ ചുമതലപ്പെടുത്തുന്നതൊക്കെ ഈ ഒപ്പിടുന്നതിന്റെ പേരിലാണോ? അപ്പൊ ഒപ്പിടുന്ന ഒരു സാങ്കേതികത്വം പറഞ്ഞതുകൊണ്ട് തനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ യാതൊരു അർഹതയുമില്ല. കാരണം ശബരിമല ക്ഷേത്രം അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളും വരുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിൽ അത് ഈ സർക്കാരിന്റെ അണ്ടറിലുള്ള ദേവസ്വം ബോർഡാണ്. അപ്പൊ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അതാത് കാലങ്ങളിൽ ആരാണോ ഈ ബോർഡിനെ നയിക്കുന്ന മന്ത്രി, ആ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത്, ഈ കടകംപള്ളി സുരേന്ദ്രനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്റെ മഞ്ജുഷ്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറസ്റ്റിൽ നിൽക്കില്ല ഇത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തന്നെ ഹൈക്കോടതി ഈ ഏതോ ഒരു ജാമ്യ കേസ് വന്നപ്പോൾ, അല്ലാണ്ട് ദേവസ്വം ബെഞ്ച് അല്ല ചോദിച്ചത്, ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യത്തിന്റെ കേസ് കേട്ടാന്ന് എന്താണ് ചോദിച്ചത്? എന്തുകൊണ്ട് ഈ 3 പേരിലല്ലാതെ ഈ കേസുകൾ മുൻപോട്ട് പോകുന്നില്ല? പേരെടുത്ത് പറഞ്ഞ് 2-3 ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വരെ ചോദിച്ചിട്ടുള്ള ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ പല കേസുകൾ 11 കേസെറ്റിയാണ്, 11 ഇൻട്രീം ഓർഡറുകളൊക്കെ ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന കോടതി സിറ്റിംഗിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ മന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേവലം നാടകമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത രീതി മഞ്ജുഷ പരിശോധിക്കൂ. എത്ര രഹസ്യമായിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ മാധ്യമങ്ങൾ എല്ലാം മണത്തറിയുന്ന മാധ്യമങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം തന്നെ അറിയുന്നത്. അപ്പൊ ഇത്രയും രഹസ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ത് പറയണമെന്ന് AKG സെന്ററിൽ നിന്ന് കൃത്യമായിട്ടുള്ള എന്താ പറയേണ്ടത് ഒരു എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് മുൻപിൽ പറഞ്ഞിരിക്കുന്നത്. SITയോട് എന്തൊക്കെ കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കണം എന്ന് വരയ്ക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഈ SITയെ നിയന്ത്രിക്കുന്ന ശക്തികൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിനപ്പുറമുള്ള യാതൊന്നും തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ശ്രീ ഹരിദാസ്. അപ്പോൾ ഹൈക്കോടതിക്ക് SITയുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ മഞ്ജുഷേ? സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തില് ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ ഉത്തരവിടാനോ അല്ലാതെ ഹൈക്കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹൈക്കോടതിയിലേക്കും കുഴപ്പമില്ല എന്നാണെങ്കിൽ അങ്ങനെ പോകും, അത്രേ ഉള്ളൂ അല്ലെ? തീർച്ചയായിട്ടും. എന്തത്ര സംശയമുള്ളത്? എന്താ ഇതിനെത്ര സംശയമുള്ള? ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം. ഇത്തരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഈ സ്പോൺസർമാരാൽ നമ്മുടെ കേരളത്തിലെ 4 ദേവസ്വം ബോർഡുകൾ വേറെയുമുണ്ട്. ഈ 4 ദേവസ്വം ബോർഡുകളുടെയൊക്കെ നിലവിലെ സ്ഥിതി എന്താണ്? എത്ര സ്പോൺസർമാർ ഇത്തരത്തിൽ കൈ കടത്തിയിട്ട് സ്വർണം ചെമ്പാക്കുകയും ചെമ്പ് വെള്ളിയാക്കുകയും വെള്ളി ചെമ്പാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണ്ട ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ പറയുന്നത് അടൂർ പ്രകാശും അല്ലെങ്കിൽ കോൺഗ്രസുമാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നയിച്ചതെങ്കിൽ ഇവിടെ കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ഈ ദേവസ്വം ബോർഡുകളും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ കൊള്ളയടിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതൊരിക്കലും കേരളം ഭരിക്കുന്ന സർക്കാരുകളുടെ കീഴിലുള്ള SIT അരുത്, ക്രൈംബ്രാഞ്ച് വരുത്, അല്ലെങ്കിൽ ഒരു ഇതും ആവരുത്. അത് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട കാര്യം അങ്ങേയറ്റം നിർണായകമായ ഒരു നിലയിൽ എത്തിയിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നാടകമാണെന്ന് തോന്നുന്നുണ്ടോ ശ്രീ പണിക്കർ കടകംപള്ളിയെ ചോദ്യം ചെയ്തത്? ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് ഇതിന്റെ അന്വേഷണ പുരോഗതി ഒരുപക്ഷെ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതിയുടെ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയുക. ഇപ്പോൾ നമുക്ക് ഇതിൽ അറിയാൻ കഴിയുന്നതെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ സ്ഥിരീകരണവും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരിമിതമായിട്ടുള്ള കാര്യവും. അതിനപ്പുറത്തേക്കുള്ള എന്ത് ഇൻഫർമേഷനാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ ഇനി കോടതിയിലേക്ക് ഇത് പോകുന്ന സമയത്ത് കോടതിയുടെ ഒരു ഒബ്സർവേഷൻ വരുമ്പോൾ മാത്രമേ നമുക്കറിയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നത്. 2, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ശ്രീ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് അന്വേഷിക്കാനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏജൻസി ഈ SIT ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അത് CBI തന്നെയാണ്. ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത്, അതായത് തുടക്കം മുതൽ തന്നെ
കേരള ഹൈക്കോടതി തന്നെ പറയുന്ന ഇതിന്റെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ റോബറി, ഒരു തട്ടിപ്പ് എന്ന രീതിയിലാണ് അതിനെ ഹൈക്കോടതി തന്നെ കാണുന്നത്. അത് തന്നെ വലിയ മാനങ്ങളുള്ള സുഭാഷ് കപൂർ മോഡൽ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് തന്നെ അത് പുറത്തേക്ക് മറ്റു പല മാർഗങ്ങളിൽ ഈ ഉരുപ്പടികളൊക്കെ തന്നെ കടത്താനുള്ള മാർഗങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു SITയുടെ ഒരു സ്കോപ്പിൽ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെയെങ്കിൽ അതിന് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെയാണ് അന്വേഷിക്കേണ്ടത്. തന്നെയുമല്ല, അതിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊളിറ്റിക്കലി കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് പറയാൻ പറ്റുന്നതും അതിന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു ട്രാൻസ്പെറൻസി പറയാൻ പറ്റൂ. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശരിയാണ് കോടതി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ അന്വേഷണം, പക്ഷേ എങ്കിലും ഇവരെല്ലാവരും തന്നെ സംസ്ഥാന പോലീസിലെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് മുകളിലല്ല, അതായത് സംസ്ഥാനം ഇതുവരെയുള്ള തീരുമാനിക്കുന്ന അന്വേഷണത്തിൽ സംസ്ഥാന ഹൈക്കോടതി പോലീസ്. അതൃപ്തി പറഞ്ഞിട്ടില്ല. ആകെ ഏറ്റവും അവസാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ അന്വേഷണം മന്ദഗതിയിലായി എന്നുള്ള പരാമർശമാണ്. അതും മറ്റൊരു ബെഞ്ചാണ് പറഞ്ഞത്, അത് ജാമ്യം പരിഗണിച്ച സമയത്ത്. അത്രേ ഉള്ളൂ. ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതായത് ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള അന്വേഷണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഈ അന്വേഷണത്തിന്റെ സ്കോപ്പ് അത് എങ്ങോട്ടാണ് പോകുന്നത്, അത് പോകേണ്ടുന്ന രീതിയിലത്തേക്ക് പോകുന്നില്ല. അതിന്റെ വേഗവുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളൊക്കെ തന്നെ ആ ബെഞ്ച് പറഞ്ഞിരുന്നു. അതാണ് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ദേവസ്വം ബോർഡ് കടന്ന് മുകളിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പരാമർശവും വന്നിട്ടില്ല. ആ കടുത്ത പരാമർശം ഉണ്ടായ ആ ജഡ്ജ്മെന്റിൽ പോലും ഈ വൻസ്രാവുകൾ എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇതിന് മുകളിലേക്കല്ല, ഈ 2 അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്ത കാര്യമാണ് അവിടെ പറഞ്ഞിരുന്നത്. കടകംപള്ളി അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിലൊരാൾ പിന്നീട് അറസ്റ്റിലാകുന്നു. പക്ഷേ മറ്റൊരാളെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷ, ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഭരണസമിതിയാണ്, 3 അംഗങ്ങളുള്ള ഒരു ഭരണസമിതി. ആ ഭരണസമിതിയുടെ തലവനായിരിക്കുന്ന പ്രസിഡന്റ് അറസ്റ്റിലാകുന്നു. അദ്ദേഹത്തിന് ഇത്രയും കാലം ജാമ്യം കിട്ടുന്നില്ല. ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. രണ്ടാമതൊരാൾ കൂടി ഇപ്പോൾ അറസ്റ്റിലാകുന്നു. പക്ഷെ 3ാമത്തെ ആളിന്റെ കാര്യത്തിലാണ് ഈ പ്രശ്നം. അവിടെയാണ് നേരത്തെ ഈ പറയുന്ന വിമർശനം വാലിഡ് ആകുന്നത്. അതായത് നമ്മൾ SIT എന്ന് പറഞ്ഞാലും അത് കോർട്ട് മോണിറ്റർഡ് ആണ് എന്ന് പറഞ്ഞാലും ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചാണ് എന്ന് പറഞ്ഞാലും ഇതിലുള്ള ആൾക്കാരെല്ലാം കേരള പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ കേരള പോലീസിലെ തന്നെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടല്ലോ, മറ്റൊരംഗത്തിനും ഇതിൽ ഉത്തരവാദിത്വം പുതുതായിട്ട് വെച്ചതോടുകൂടി ഇപ്പോൾ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുകയാണ് ഇടത് അനുഭാവികളാണെന്ന്. അപ്പോൾ ശ്രീ ബൽദേവ്, ഈ അന്വേഷണ സംഘത്തെ ദുർബലമാക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘത്തെ ദുർബലമാക്കണമെന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നേ അത് ചെയ്യാമായിരുന്നു. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പോ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മഞ്ചേഷ് തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹൈക്കോടതി നാളിതുവരെ അന്വേഷണത്തെക്കുറിച്ച് അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് ഈ ബോർഡ് മെമ്പർമാർ ഉദ്ദേശമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥരെ ഒരാളിനെ അറസ്റ്റ് ചെയ്തു, മറ്റൊരാളിന്റെ മകൻ സീനിയർ IPS ഓഫീസറാണ്. അപ്പൊ ആ സാഹചര്യങ്ങളെ കൊണ്ടായിരിക്കണം അത് അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാകാം. കാര്യം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ പിതാവുമാകുമ്പോൾ അല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ SITയുടെ ഹാജരാകാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു ഘടകമാണ്. പക്ഷേ എങ്കിൽ വേണമെങ്കിലും പോലീസിനെ അറസ്റ്റ് ചെയ്യാം. കാരണം അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സർവൈലൻസിൽ അദ്ദേഹത്തെ ചികിത്സിപ്പിക്കാം. അതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ അന്വേഷണം നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നില്ല? നേരത്തെ മഞ്ചേഷന്റെ അവതരണത്തിൽ തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം വകുപ്പ് എന്നൊരു വകുപ്പുണ്ടെങ്കിൽ പോലും ആ വകുപ്പിന്റെ കീഴിലല്ല ദേവസ്വം ബോർഡ് വരുന്നത്. താൽക്കാലികമായിട്ടൊരു ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം മാത്രമാണ് ആക്ട് അനുസരിച്ച്. തിരുത്തുകയുണ്ടായി, ഹരിദാസ് എന്നെ തിരുത്തിയ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് തന്നെ ഈ അറസ്റ്റിലേക്ക് പോകുവാനുള്ള ഘടകങ്ങൾ കൂടിയാണല്ലോ. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രവൃത്തികളിലോ ദേവസ്വം വകുപ്പിന് ഒരു പങ്കുമില്ല, മന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്ന്. അങ്ങനെയല്ല എന്ന് ഹരിദാസ് നേരത്തെ പറഞ്ഞ കുറെ ഏറെ കാര്യങ്ങളുണ്ട്. ഇല്ല, അതങ്ങനെയല്ല. അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞു. കാരണം ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 അനുസരിച്ചാണ് ഈ ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത്. ആ ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ ആട്ടോണോമസ് ബോഡികളാണ്. അവരുടെ ഭരണകാര്യങ്ങൾ വരുന്ന ഒരു ഫയൽ, ഞാൻ ഒരു വലിയ ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്ന എന്റെ ബോർഡിന്റെ ഫയലുകൾ മിനിസ്റ്ററുടെ മുന്നിൽ ചെല്ലണം. പലതും ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യണം.
ലാ മിനിസ്ട്രി അപ്രൂവ് ചെയ്യണം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്യണം. ദേവസ്വം ബോർഡിന്റെ 1 രൂപയുടെ ഫയൽ പോലും ക്യാബിനറ്റിന്റെ മുന്നിലോ ഫൈനാൻസ് മിനിസ്റ്ററുടെ മുന്നിലോ ലാ മിനിസ്റ്ററുടെ മുന്നിലോ എങ്ങും ചെല്ലണ്ട. ഹരിദാസ് താങ്കളെ തിരുത്തുകയാണ് ഇവിടെ. ഗ്രാൻഡ് ആയിട്ടാണ് എന്നെ തിരുത്തിയത് കൊണ്ടൊന്നും ആയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വകുപ്പാണ്. ഇവിടെ വകുപ്പിനപ്പുറം അതാത് കാലങ്ങളിലെ ദേവസ്വം മന്ത്രിമാര് ദേവസ്വത്തിന്റെ ഭരണത്തിൽ കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ജി സുധാകരനായാലും മറ്റേ കടകംപള്ളി സുരേന്ദ്രനായാലും ഇപ്പൊ ഭരിക്കുന്ന ദേവസ്വം മിനിസ്റ്റർ ആയാലും അതാത് കാലം ദേവസ്വങ്ങളുടെ ഭരണത്തിൽ അതാത് കാലത്തെ മന്ത്രിമാരെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു പുറമെ ദേവസ്വം കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി മുഖ്യമന്ത്രി ഗുരുവായൂർ സന്ദർശിച്ച ദേവസ്വത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഗുരുവായൂർ സന്ദർശിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദേവസ്വം കാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിക്ക് നിയമപരമായിട്ടുള്ള തടസ്സമുണ്ടെങ്കിലും സാങ്കേതികത്വമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ദേവസ്വത്തെ നിയന്ത്രിക്കുന്നത് അതാത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന കാലത്തെ മന്ത്രിമാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ബലൻ, അല്ല അത് ശരിയാ. അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത് അതാ ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റിന് ആ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ അധികാരം ഉണ്ടാകാം. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ മെമ്പറെയോ നിയമിക്കുന്നത് ആ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായിട്ടാണ്. അത് കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ആ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളായിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. പക്ഷേ ഇൻ ദ ഐ ഓഫ് ലാ, നിയമത്തിന്റെ കണ്ണിൽ അവർ വേറിട്ട് നിൽക്കുകയാണ്. നിയമത്തിന് മുന്നിൽ രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് പറ്റുകയില്ല. തിരുവിതാംകൂർ ദേവസ്വം അല്ല, ഞാൻ പറയട്ടെ, അത് ഇവിടെ ശബരിമലയുടെ കാര്യത്തിലാണെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിയുകയില്ല. എന്താണ് വസന്ത് നേരത്തെ താങ്കൾ എന്തോ പറയാൻ വന്നു? അത് മാത്രമല്ല, ഈ 2 ഉദ്യോഗസ്ഥർ വന്നതോടുകൂടി എന്തോ അന്വേഷണ സംഘത്തെ ദുർബലപ്പെടുത്തുവാനുള്ള നീക്കമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്ന് വാർത്താക്കുറിപ്പും ഉണ്ടായിരുന്നു. 2-3 കാര്യങ്ങളിൽ ഉത്തരമുണ്ട്. ഒന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഈ അന്വേഷണത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്ന മഞ്ജുഷിന്റെ റീഡിംഗ് അടക്കം തെറ്റാണ്. കാരണം നിങ്ങൾ പറയുന്നത്, അതായത് ഈ മഞ്ജുഷ എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടതുപക്ഷം പറയുന്നത് ഇത് പരിഗണിച്ചത്, അതായത് രൂക്ഷമായ വിമർശനം ഉണ്ടായ 86 പേജിൽ ഏതാണ്ട് 9-10 തവണ ബിഗ് ഗൺസ് എന്ന് പറയുന്ന ഓർഡർ ഉണ്ടായത് ജാമ്യം പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ്. ആ ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്നാണല്ലോ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിക്കുക. മനസ്സിലായല്ലോ? ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിക്കുക എന്ന് വെച്ചാൽ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ സ്ഥിതി എവിടെ വരെയാണ്, അതിൽ ആരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നതടക്കമുള്ള കേസ് ഡയറി പരിശോധിക്കുന്നത് ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ്. അപ്പൊ സ്വാഭാവികമായും കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം വരണമെങ്കിൽ അത് വരേണ്ടതും ആ ബെഞ്ചിൽ നിന്ന് തന്നെയാണ്. ദേവസ്വം ബെഞ്ചിലേക്ക് ഈ SIT കേസ് ഡയറി പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് ദേവസ്വം ബെഞ്ചിന്റെ മുമ്പിൽ വരികയുള്ളൂ. പക്ഷെ ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചിന്റെ പ്രത്യേകത, ആ ജാമ്യം പരിഗണിക്കുമ്പോൾ ആ ബെഞ്ച് തന്നെ കേസ് ഡയറി ആവശ്യപ്പെടും. ആ കേസ് ഡയറി ആവശ്യപ്പെട്ട് ആ കേസ് ഡയറിയിലെ മുന്നോട്ട് പോകലുകൾ ഇത്രമാത്രം പോരാ എന്ന് മനസ്സിലായത് കൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പറഞ്ഞത് ബിഗ് ഗൺസിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി വളരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. 2, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട ബലദേവ് സച്ചിദാനന്ദൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾക്ക് നേരത്തെ ഇടപെടാമായിരുന്നല്ലോ, ഞങ്ങൾ കണ്ടെത്തിയ ഉദ്യോഗസ്ഥരല്ലേ. തെറ്റാണ് കേട്ടോ. കേരളത്തിന്റെ ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ SIT രൂപീകരിക്കുമ്പോ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി ഞങ്ങൾ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് കേരള ഗവൺമെന്റിനോട് ചോദിച്ചപ്പോ കമാന്ന് ഒരു അക്ഷരം ഗവൺമെന്റ് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള റോളും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു ഗുണം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസം, അതുകൊണ്ടാണ് അവർ ആദ്യഘട്ടത്തിൽ ഒരുപാട് മുമ്പോട്ട് പോയത്. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ആരോടും റിപ്പോർട്ട് ചെയ്യണ്ട, സാധാരണ SIT-കൾ ഇമ്മീഡിയറ്റ് ഓഫീസറിനാണ് റിപ്പോർട്ട് ചെയ്യുക. പക്ഷെ ഈ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യും, ക്ലോസ്ഡ് കോർട്ടിൽ ഞങ്ങൾ കേൾക്കാം നിങ്ങളുടെ വാദം, വേറെ ആരും വേണ്ട, AG പോലും കേൾക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു. പക്ഷേ 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ ഇവർ. സ്വാഭാവികമായും അവർ പെൻഷന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി, ട്രാൻസ്ഫറിന് വേണ്ടി മുമ്പിൽ പോയി നിൽക്കേണ്ടത് ഇതേ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് അസോസിയേഷനിലുള്ള മേൽപ്പടിയന്മാർ മുമ്പിലാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ മേൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹാൻഡ് കഫ്
അതായത് ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരെ ഒരു ഹാൻഡ് കഫ് ഗവൺമെന്റ് ഇട്ടിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് അതിനകത്ത് ഉത്തരം മാറി നിൽക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വരുത്താം, അത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ശ്രീ ബലധര സിദ്ധാന്തം പറഞ്ഞത് ശരിയാണ്. ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ റിലീജിയസ് ആക്ട് 1950 അതാണ് ദേവസ്വം ബോർഡിനെ രൂപീകരിക്കുന്നത്. അത് ഒരു ഓട്ടോണമസ് ബോഡി തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ? എല്ലാ കാലങ്ങളിലും ദേവസ്വം ബോർഡ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ നോക്കൂ, UDF ഭരിക്കുമ്പോൾ UDF നോമിനേറ്റ് ചെയ്യുന്നവരാണ് ദേവസ്വം ബോർഡിൽ വരുന്നത്. അവരുടെ മേൽ പാർട്ടിക്ക്, കോൺഗ്രസ് നോമിനേറ്റ് ചെയ്യുന്നവരുടെ മേൽ പാർട്ടിക്ക് സ്വാഭാവികമായും ഒരു അദൃശ്യമായ കൺട്രോൾ ഉണ്ട്. അത് സത്യമാണ്. ഈ പത്മകുമാർ ആരാണെന്നേ? പത്മകുമാറിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താ? VS പിണറായി പക്ഷ പോരിന്റെ കാലത്ത് പിണറായി കണ്ടെത്തി വളർത്തിക്കൊണ്ട് വന്ന പത്തനംതിട്ടയിലെ നേതാവാണ്. പിണറായി പക്ഷത്തിന്റെ ഗ്രൂപ്പ് മാനേജറാണ്. അങ്ങനെ പിണറായിയുമായി അത്രമാത്രം ആത്മബന്ധമുള്ള നേതാവാണ് പത്മകുമാർ. ആ പത്മകുമാർ നാളെ തൊട്ട് നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം ഉണ്ടാണ്, നാളെ തൊട്ട് നമ്മൾ തമ്മിൽ വിളിക്കില്ല, ഞാൻ നിന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നു, നീയും എന്നെ ബ്ലോക്ക് ചെയ്തേക്കൂ, ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പോസ്റ്റിൽ ലൈക്ക് ചെയ്യരുത്, നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടരുത്, നീ ആ വഴി പോകും ഞാൻ ഈ വഴി പോകും, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ആരെയാണ് നിങ്ങൾ പറഞ്ഞു? അത് മാത്രമല്ല, കള്ളത്തരം പിടിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ബാക്കി എല്ലാ സമയത്തും ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടുന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ അയ്യപ്പ സംഗമ സമയത്തും അങ്ങനെ തന്നെയാണല്ലോ. ആരാണ് മുന്നിൽ നിന്ന് അയ്യപ്പ സംഗമം നടത്തിയത്? സംസ്ഥാന സർക്കാരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നൊക്കെ ആ വിമർശനം വന്ന സമയത്ത്, വിവാദം ഉയർന്ന സമയത്ത് അങ്ങ് പറയുന്നു എന്നല്ലാതെ മുന്നിൽ നിന്ന് പട നയിച്ചത് VN വാസവൻ മന്ത്രി തന്നെയാണ്. അവിടെ വന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പങ്കുമില്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യും. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അത് എല്ലാ ദേവസ്വം മന്ത്രിമാരുടെ കാലത്തും ഇത് തന്നെയാണ്. അതിപ്പോൾ KC വേണുഗോപാൽ നേരത്തെ ദേവസ്വം വകുപ്പിന്റെ തലപ്പത്തിരുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നിയമനത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റിന് കൺട്രോൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റ് കൺട്രോളുണ്ട്. ദേവസ്വം ബോർഡിനെ നിയമിക്കുന്ന ഗവൺമെന്റാണ്. അതിന്റെ കാലാവധി കൂട്ടുന്നു. ഇടതുപക്ഷം വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കാലാവധി 4 വർഷമായിരുന്നു, ഇതിന് 3 വർഷമായി. ഇപ്പോൾ അവരുടെ കാലാവധി 2 വർഷമാണ്. അപ്പൊ ഇതെല്ലാം അധികാരം ആക്ടിനകത്ത് ഗവൺമെന്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്. ഒരുപക്ഷെ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റു ഇതിലോ എന്തിന് താത്വികമായി പറഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു ബോർഡിനെ, ഒരു കോർപ്പറേഷനോ ചെയർമാനോ വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന അഴിമതി എന്തു തന്നെ ആയിരുന്നാലും ആ അഴിമതിക്ക് അവരെ നിയമിച്ചവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത്രയും സംശുദ്ധിയുള്ളവരെ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ നിയമിക്കാവൂ എന്നുള്ളതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തോട് തന്നെ അവർ കടമപ്പെട്ടിരിക്കുന്നവരല്ല. ആ പ്രസ്ഥാനത്തോട് കൂറുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു, കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും നിയമം അറിയാവുന്നവർക്കറിയാം, ഈ കേസിനകത്ത് താൽക്കാലികമായിട്ട് കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് മോഷ്ടിക്കപ്പെട്ട സ്വർണം ഉരുപ്പടികളാണ്. MO എന്ന് പറയും. ഈ MO കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ കേസ് അങ്ങോട്ട് എത്തില്ല. കാരണം 1 ഗ്രാം സ്വർണമായാൽ പോലും മോഷണം പോലും, ഒരു തരി ആയാൽ പോലും ആ മോഷണം മുതൽ കോടതിയിലെത്തണം. ഇപ്പോൾ ഏതാണ്ട് 4 കിലോ 5 കിലോ ഒക്കെ സ്വർണം പോയി എത്ര നമുക്ക് ആർക്കും അറിയില്ല. എത്ര കിലോ, 40 കിലോയിൽ പോയോ 4 കിലോയിൽ പോയുള്ളോ എത്രയൊക്കെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ദ്വാരപാലകർ പോയി. ഇനി കോവിൽ പ്രധാനപ്പെട്ട അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടോ ഇല്ലോ സംശയമാണ്. അത് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇത് എന്നാണ് തുടങ്ങിയത്? എത്ര വർഷമായിട്ട് ഇത് ചെയ്തു? ഈ സ്വർണം എവിടേക്കൊക്കെയാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത് അയ്യപ്പന്റെ കോവിലിൽ നിന്ന് കൊണ്ടുപോയ സ്വർണമാണോ? അത് പരിശുദ്ധമായ സ്വർണമായിരുന്നു വിജയമല്ലി കൊടുത്തത്. അതിനകത്ത് മായം ചേർത്ത് ക്യാരറ്റ് കുറച്ച് ചെമ്പാക്കിയെ കൊണ്ട് കലർത്താമല്ലോ. അപ്പോൾ ഇതെല്ലാം രാസപരിശോധനയ്ക്ക് വിധേയമാകണം. കൃത്യമായ തെളിവുകളില്ലെങ്കിൽ കോടതിയിൽ വരുമ്പോൾ നമ്മൾ എസ്കത്തി ഉപയോഗിച്ച് പണ്ട് പോലീസ് ഒരു കേസ് കൊണ്ടുവന്ന കാര്യം നമുക്കറിയാം. ആ എസ്കത്തി കോടതിയിൽ വന്നപ്പോൾ ആ പ്രതികൾ രക്ഷപ്പെട്ടത് അവർ ഒറ്റ കാര്യം കൊണ്ടാ. യഥാർത്ഥ ആയുധം ഹാജരാക്കാതെ ഡ്യൂപ്ലിക്കേറ്റ് ആയുധം ഹാജരാക്കിയപ്പോൾ അതിന്റെ സയന്റിഫിക് ഡിവൈസുമായിട്ടും പോലീസ് കൊണ്ടുവന്ന ആയുധവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല. ഒരുപക്ഷെ 2 കിലോ സ്വർണ്ണം അവർ പിടിച്ചുകൊണ്ട് വരുന്നു. ആ സ്വർണമല്ല വിജയമല്ലി നൽകിയതുണ്ടെങ്കിൽ ഈ കേസ് നിൽക്കില്ല. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായി ഒരുപാട് അധിഷ്ഠിതമായിട്ട് കുറേയധികം സയന്റിഫിക് എവിഡൻസ് ശരിയാണ്. അങ്ങനെ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ ഇപ്പോൾ കുറെ ആളുകളെ പിടിച്ച് ജയിലിലിട്ട് എന്ന് വെച്ച് ഇത് തെളിയണമെന്നില്ല. കാരണം അത്രയ്ക്ക് ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉണ്ടാകണം, അതുപോലെ തന്നെ ഗൂഢാലോചന തെളിയണം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മഞ്ജുഷ്, ഇതിലെ റിക്കവറിയുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നുന്നത്. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന തട്ടിപ്പാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന തട്ടിപ്പിൽ ആ എക്സാക്ട് ക്വാണ്ടിറ്റി സ്വർണം ഈ ബെല്ലാരിയിൽ നിന്ന് പോയി അത് റിക്കവർ ചെയ്തുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും കാലം ഇത് സൂക്ഷിക്കുകയായിരുന്നോ? നാളെ ഒരു കാലത്ത് SIT വരും. SIT വരുന്ന സമയത്ത് ഇത് കൊടുത്തേക്കാം എന്ന് കരുതി ഈ സ്വർണം അതേപടി കറക്റ്റ് കണക്കിൽ
അവിടെ സൂക്ഷിക്കുകയായിരുന്നു. അതൊക്കെ മാത്രമല്ല, വളരെ ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ ഇതിലൊന്നും ഒരു കൃത്യത വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതൊക്കെ വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിലത്തേക്ക് അതിന്റെ ആ റിക്കവറിക്കൊക്കെ പോവുക എന്ന് പറയുന്നത് തന്നെ അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങളുണ്ട്. അതായത് ഈ സ്വർണത്തിനെ അവിടെ നിന്ന് ഉരുക്കിയെടുത്തിട്ട് അതിനെ കട്ടികളാക്കി മാറ്റി വെക്കുകയായിരുന്നു എന്ന് വെച്ചാൽ സുഭാഷ് കപൂർ മോഡൽ തട്ടിപ്പൊന്നും അല്ല നടന്നത് എന്നാണ് അത് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം എത്രയോ സ്വർണം അവിടെ പോയിട്ടുണ്ട്, ആ സ്വർണം അവിടെ നിന്ന് റിക്കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വർണത്തിൻ്റെ മെറ്റീരിയലിൻ്റെ വിലയുണ്ടല്ലോ, അതായത് മതിപ്പ് വില, വിപണി വില, ആ വിലയ്ക്കുള്ള തട്ടിപ്പ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അത് ഈ ഉരുപ്പടി തിരിച്ചു കിട്ടിയപ്പോഴേക്കും അതിൻ്റെ ലയബിലിറ്റി തീർന്നു എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. മറിച്ച് ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റീക്ക് വിലയാണ്. അതായത് എത്രത്തോളം അതിന് പഴക്കമുണ്ടോ ആ സ്വർണ്ണ ഉരുപ്പടിയുടെ വിലയല്ല. അത് ചിലപ്പോൾ 1 ഗ്രാം ആകാം, ചിലപ്പോൾ 10 കിലോയാകാം. ആ തൂക്കത്തിന് മാത്രമല്ല അതിൻ്റെ പഴക്കവും അത് എവിടെ ഉപയോഗിച്ചതാണ് എന്നതുമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ആ മൂല്യം കിട്ടുകയുമില്ല. അതായത് ഈ ആൻറ്റീക്ക് പീസിൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് ആൻറ്റീക്ക് പീസ് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിൽ പോലും ആ കേടുപാടുകളോടുകൂടി അത് അങ്ങനെ നിൽക്കുമ്പോഴാണ്. അതല്ലാതെ അതിനെ ഉടനെ ഉരുക്കിയെടുത്തിട്ട് ഇത് ശബരിമലയിലെ ദ്വാരപാലകരുടെ അവിടെ ഉണ്ടായിരുന്നതാണ്, അതിനെ ഞങ്ങൾ ഉരുക്കിയെടുത്തിട്ട് കട്ടിയാക്കിയതാണ്, നിങ്ങൾ എടുത്തോ എന്ന് പറയുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള മൂല്യവും ഒരു ബയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ റിക്കവറി എന്ന് പറയുന്നത് തന്നെ സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആൻറ്റീക്കിൻ്റെ വിലയല്ല, മെറ്റീരിയലിൻ്റെ വില മാത്രമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2, ഇവരെല്ലാവരും ഈ സ്വർണം അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നാളെ ഒരു കാലത്ത് ആ SIT അന്വേഷിച്ച് വരും. അപ്പോൾ ഒരു പണവട സ്വർണം കുറയാതെ നമുക്ക് ഇതിനെ അതേപടി അങ്ങ് കൊടുത്തേക്കാം എന്ന് കരുതി ഇത് കൊടുക്കാനായിട്ട് ആരെങ്കിലും അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിലൊക്കെ തന്നെ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലത്തേക്ക് പൊതുസമൂഹത്തിന് കൂടി ചിന്തയുണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ ഞാൻ കരുതുന്നത് ഈ കേസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുള്ള തോന്നലാണ്. നമ്മളെല്ലാവരും ആദ്യം SITയുടെ അന്വേഷണത്തിനെ പൂർണ്ണമായി പിന്തുണച്ച ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അതിനകത്തിൽ കോടതി പറയുന്ന പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. സീരിയസ് ലാക്സിറ്റി അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പത്മകുമാർ എന്ന് പറയുന്നത് പ്രസിഡന്റ് അറസ്റ്റിലാകുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ കൂട്ടുത്തരവാദിത്തമുള്ള അതേ ഭരണസമിതിയിലുള്ള മറ്റ് 2 അംഗങ്ങളുണ്ട്. ആ 2 അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുക പോലുമല്ല, അവരെ പ്രതി ചേർക്കുക പോലും ചെയ്തിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ വരുന്നതുകൊണ്ടാണ് സീരിയസ് സ്റ്റാഗ്നേഷൻ. ആ വാക്കുകളൊക്കെ വളരെ ഗുരുതരമല്ലേ? ഒരു കോർട്ട് മോണിറ്റേഡ് എൻക്വയറി ടീമിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സീരിയസ് സ്റ്റാഗ്നേഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിസ്പ്ലഷർ. കോടതി പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ആ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ, ഭക്തരുടെ, കേരളീയരുടെ വികാരം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇതിലുണ്ടാവുക, ആ അതോറിറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായി സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ 2019 ഭരണസമിതിയിലെ പത്മകുമാറും വിജയകുമാറും അറസ്റ്റിലാകുന്നത് പോലെയാണ് 2025 സംഭവിച്ചിരിക്കുന്നത്. 2025 PS പ്രശാന്തിന്റെ കാലത്ത് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് ഞങ്ങൾ കൊണ്ടുകൊടുത്തതാണ്, ആരുടെയും കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല, തിരിച്ചു വന്നപ്പോൾ കുറച്ച് സ്വർണം കൂടുതൽ അതിൽ പൂശിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുവാൻ പറ്റില്ല. അവിടെ സന്നിധാനത്ത് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള കാര്യം നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഇത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തേണ്ട ഒന്നാണ്. അവിടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ PS പ്രശാന്തും ചെയ്ത് സമാനമായ ഒരു തെറ്റ് തന്നെയാണ്. അത് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്തിനായിരുന്നു ഈ ധൃതി എന്നുള്ള കാര്യം. അവിടെ പെട്ടെന്ന് തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ എന്തായിരുന്നു ധൃതി? 2019 അത് അറ്റകുറ്റപ്പണി ചെയ്തതല്ലേ, ഇത്ര പെട്ടെന്ന് കറുത്തുപോയോ എന്ന് കോടതി ചോദിച്ചതാണ്. അപ്പോൾ PS പ്രശാന്തും പത്മകുമാറിനെ പോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. പക്ഷേ പ്രശാന്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുരുക്ക് മുറുകുമ്പോൾ അത് കടകംപള്ളിയേക്കാൾ പ്രശാന്തിനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശാന്തിനെ ഒരു ബലിയാടാക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടി മടിക്കില്ല. കാരണം പ്രശാന്ത് വന്ന വഴിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കടകംപള്ളിയെ രക്ഷിച്ചുകൊണ്ടായാലും പ്രശാന്തിനെ ഈ കേസിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഡാമേജ് വരില്ല. അങ്ങനെ പ്രശാന്തിനെ തീർച്ചയായിട്ടും ഞാനൊക്കെ വിശ്വസിക്കുന്നു, എന്നെപ്പോലുള്ളവരും വിശ്വസിക്കുന്നു, കടകംപള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, കടകംപള്ളിക്ക് മുകളിലേക്കും ഇത്തരത്തിലുള്ള അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്തിനെ ഈ കേസിൽ പ്രശാന്ത് വരെയുള്ള ഒരു അറസ്റ്റ് നടക്കും, അതിനപ്പുറമുള്ള ഒരു അറസ്റ്റ് നടക്കുമെന്ന് ഞാനും എന്നെ പോലുള്ള ഒരു 10% കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല. കാരണം കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ അന്ന് ഈ സർക്കാർ രാജിവെക്കണം. മഞ്ജുഷേ, എന്ത് നിലനിൽപ്പാണ് പിന്നെ ഈ സർക്കാരിന് ഇവിടെ ഉള്ളത്?
കടകംപള്ളി എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ വ്യക്തി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, CPM-ന്റെ എല്ലാ നെടുനായകത്വം വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം ഈ സർക്കാർ രാജിവെക്കണം. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഈ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്ന് ഒരു വിധത്തിലും ഈ സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ വായിക്കാം. ഇടത് സർക്കാർ അഴിമതി സംരക്ഷകരാണോ എന്ന് ഈ ജസ്റ്റിസ് ബദറുദ്ദീനാണ് ഈ ശബരിമല കേസിന്റെ ഒരു ജാമ്യ ഹർജി പരിശോധിക്കുമ്പോൾ ചോദിച്ചത്. ജാമ്യം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അഴിമതിയെ സംരക്ഷിക്കുന്നവരാണോ എന്നൊരു ഹൈക്കോടതി ജസ്റ്റിസിന് ചോദിക്കേണ്ട വിധത്തിലുള്ള ചുറ്റുപാട് അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ഇവിടെ ശ്രീജിത്ത് പണിക്കർ ചോദിച്ച ആ ചോദ്യം തന്നെ, തൊണ്ടി എവിടെ മഞ്ജുഷേ? ശബരിമലയിൽ നിന്ന് യഥാർത്ഥത്തിൽ കാണാതായിട്ടുള്ളത് എന്താണ്? എനിക്ക് ആ ശ്രീജിത്ത് പണിക്കരുടെ ആ കാഴ്ചപ്പാട് ഞാൻ ആ പത്രത്തിൽ വായിച്ചപ്പോ ഇവർ SIT ചെല്ലുന്നു, ഈ കർണാടകയിൽ ഈ സ്വർണ്ണ കച്ചവടക്കാർ ഇതാണ് ഞാൻ അന്ന് നീക്കി വെച്ചത്, 4 വർഷത്തിന് മുമ്പ് ഉരുക്കി വെച്ചിട്ടുള്ള സാധനം എടുത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ LKG സ്റ്റുഡൻസിന് വിശ്വാസമാകുമോ ഈ സംഗതി? അപ്പോ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താണ് എന്ന് പറയാൻ SITക്ക് ഈ 2 മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വാതിൽപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദ്വാരകപാല ശില്പത്തിന്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ പറഞ്ഞത്, ഞാൻ 2 ദ്വാരപാലക ശില്പത്തിന്റെ എന്താ പറയേണ്ടത് പീഠം നൽകിയിട്ടുണ്ട്. ആ പീഠം അവിടുന്നാണല്ലോ ഇതിന്റെ തുടക്കം ഉണ്ടായിരിക്കുന്നത്. ആ പീഠം സ്വർണമായിരുന്നോ? ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണമായിരുന്നു. ആ സ്വർണത്തിന്റെ കാരറ്റ് എന്താണ്? ഈ വാതിൽപ്പടിയിലെ സ്വർണത്തിന്റെ കാരറ്റ് എന്താണ്? ഈ രണ്ടും കൂടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം കൃത്യമായിട്ട് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? തൊണ്ടി എന്താണ് തൊണ്ടി എന്നറിയാതെ ഈ ബലദേവ് സച്ചിദാനന്ദ് പറഞ്ഞ പോലെ തന്നെ ഇത് കോടതിയിലെത്തിയാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്ന ഒരു കേസാവില്ല. ഏതൊരു ഇത്തരത്തിലുള്ള കളവ് കേസുകൾക്കും തൊണ്ടിയിൽ നിന്നാണ് ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നതും വിചാരണ ആരംഭിക്കുന്നതും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് എന്നിരിക്കെ എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ SIT ഇത്തരത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്? ഇപ്പോൾ 1998-99 കാലഘട്ടത്തിൽ വിജയ് മല്യ അവിടെ പൊതിഞ്ഞത് ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് N വാസുവിന്റെ ഒരു ജാമ്യ ഹർജി വന്നത്. അപ്പോൾ എന്താണ് ആ പറയാൻ ഉദ്ദേശിക്കുന്ന നറേറ്റീവ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, അതിനുള്ള രേഖകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ SITക്ക് ആ രേഖകൾ കിട്ടിയിട്ടില്ലേ? ആ രേഖകൾ കിട്ടിയിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ N വാസു അങ്ങനെ ഒരു ജാമ്യ ഹർജി നൽകിയത്. അന്ന് തങ്കത്തിൽ പൊതിഞ്ഞതാണ് എന്നുള്ളതിന് രേഖയില്ല എന്ന്. അല്ല, വിജയ് മല്യ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന്റെ വെട്ടിച്ചുകൊണ്ട് വിദേശത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹം അന്ന് വ്യാജ സ്വർണമോ അല്ലെങ്കിൽ കാരറ്റ് കുറഞ്ഞ സ്വർണമോ അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കും അറിയില്ല, കോൺഗ്രസ്സുകാർക്കും അറിയില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയില്ല. കാരണം 98 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസും ഇടതുപക്ഷം മാറി ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സ്വർണം ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുന്നു, അമ്പല കമ്മിറ്റിക്കാർ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാറില്ല. എപ്പോഴെങ്കിലും ഇത് വിൽക്കുമ്പോൾ വാങ്ങിക്കുന്ന ആളാണ് ആ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ അതും ഒരു ചോദ്യമാണ്. വാസു പറഞ്ഞതുകൊണ്ട് ഞാനതിനെ ഇടതുപക്ഷത്തെയോ CPM-നെ ന്യായീകരിച്ച് പറയുകയല്ല. വിജയ് മല്യ എന്ന വ്യക്തി ഒരു കറപ്റ്റഡ് വ്യക്തിയാണ്. ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് 98 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സ്വർണം കൊണ്ടു കൊടുത്തതിന് കൃത്യമായ രേഖകളൊന്നുമില്ല. എവിടെ നിന്നാണ് അദ്ദേഹം ഇത്രയും സ്വർണം വാങ്ങിച്ചതെന്നോ, ഈ സ്വർണ്ണങ്ങൾ കൃത്യമായി നല്ല സ്വർണ്ണമായിരുന്നു, എത്ര ക്യാരറ്റ് സ്വർണ്ണമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലും SITയുടെ അന്വേഷണ റിപ്പോർട്ടുകളിലും പറയുന്നത് അന്നത്തെ തങ്കത്തിൽ പൊതിഞ്ഞത് തന്നെയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിന്റെ ഏകദേശ തൂക്കവും പറഞ്ഞിട്ടുണ്ട്. തൂക്കമുണ്ട് ശാസ്ത്രീയമായിട്ട്. അത് തങ്കം എന്ന് പറയുമ്പോൾ 24 ക്യാരറ്റ് ആണ്. ആ 24 ക്യാരറ്റ് ഗോൾഡ് ആണ് ഉപയോഗിച്ചെന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രം. എവിടെ നിന്ന് അദ്ദേഹത്തിന് 24 ക്യാരറ്റ് ഗോൾഡ് വാങ്ങിച്ചു? അതിന്റെ ബില്ലുകൾ ശ്രീകോവിലും അദ്ദേഹം പൊതിഞ്ഞു കൊടുത്തതല്ലേ ശ്രീ ബലദേവ്? ശ്രീകോവിലിലെ സ്വർണ്ണം 32 കിലോ. അല്ല അത് തന്നെ. അത് സംശയം വരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് പലപ്പോഴും പല ക്രൈമും ഡിസ്ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. കാരണം N വാസു എന്നുള്ളത് അതീവ ബുദ്ധിമാനും ഇക്കാര്യത്തിൽ ഈ നിയമപരമായ ഏത് രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആളും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ N വാസു ഈ ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് സർക്കാരിന്റെ കണ്ണിലുണ്ണിയായി മാറിയിരുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എവിടെയാണ് ലൂപ്പോൾ എന്നുള്ളത് അറിയാം. പോലീസുകാരെപ്പോഴും കള്ളന്മാരെ പിടിക്കാൻ മറ്റ് കള്ളന്മാരെ കൂട്ടുപിടിക്കാറുണ്ട്. കാര്യം കള്ളന്മാർക്കറിയാം മറ്റേ കള്ളന്മാരുടെ മോഷണ രീതിയും. അവരുടെ ഓരോ മോഷണം കാണുമ്പോൾ ഒരു കള്ളന് പറയാൻ പറ്റുന്നത് മറ്റേ കള്ളന്റെയാണ്. അപ്പോൾ വാസുവിനെ എന്ത് ന്യായീകരിക്കുന്നില്ല? വാസു നല്ല കള്ളൻ തന്നെയാണ്, വാസുവിന് നല്ലതുപോലെ അറിയാം. പക്ഷെ എവിടെ അല്പം ഒന്ന് പഴിച്ചുപോയി.
വാസു പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ സംശയിക്കേണ്ട. കാരണം ചിലപ്പോൾ അങ്ങനെ ഒരുപക്ഷെ അന്ന് 99 ശേഷം അദ്ദേഹം കൊണ്ടുവന്ന സ്വർണത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം കൊണ്ടുവന്ന സ്വർണം പരിപൂർണമായിട്ട് ചെമ്പൊന്നും ആയിരുന്നില്ല. എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെങ്കിൽ പോലും കിലോ കണക്കിന് സ്വർണം അവിടുന്ന് ആരൊക്കെയോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പരിപൂർണമായിട്ട് വിജയമല്യ കൊണ്ടുവന്ന ചെമ്പാണെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ അതിലെന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് നമുക്ക് തെളിയിക്കാൻ ഇനി നമ്മുടെ തെളിവുകളില്ല. കാരണം അന്നായിരുന്നു ഇത് പരിശോധിക്കേണ്ടത്. അമ്പലത്തിലേക്ക് ഒരാൾ ഒരു സ്വർണമോ എന്തെങ്കിലും ഒരാൾ ദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാണിക്കയായിട്ടിടുമ്പോഴോ അത് യഥാർത്ഥമാണോ എന്ന് അന്ന് പരിശോധിക്കണം. ഒരു ക്ഷേത്രത്തിൽ അത് ചെയ്യാറില്ല. ഗുരുവായൂർ പലരും കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ അടുത്തേക്കുള്ള കൊച്ചു ക്ഷേത്രങ്ങളിലൊക്കെ പലരും താലിയും മാലയും മോതിരം ഒക്കെ കൊണ്ട് കൊടുക്കുന്നു. ഇത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ പരിശോധിക്കുന്നുണ്ട്? അവര് ചിലരൊക്കെ ലേലത്തിൽ വിൽക്കുന്നു. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ് ചിലത് പറയുന്നത് വ്യാജമായിരുന്നു എന്ന്. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്വർണ്ണങ്ങൾ ലേലത്തിൽ വെക്കുമ്പോൾ വാങ്ങിച്ചവര് ഇത് കബളിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇനി അന്വേഷിക്കുന്ന തുടക്ക സമയത്തുണ്ടായിരുന്നു കേട്ടോ. തുടക്ക സമയത്ത് CPM-ന്റെ ഈ ന്യായീകരണത്തിന് വേണ്ടി വന്നിരുന്ന നേതാക്കൾ പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു. താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, അവിടെ വിജയ് മല്യ അന്ന് നൽകിയത് ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ള കാര്യം സംശയമാണ്. ചെമ്പായിരുന്നു. ആ ചെമ്പിൽ സ്വർണം പൂച്ചാനാണ് 2019 കൊണ്ടുപോയതെന്ന്. പിന്നെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ SIT-യുടെ ആദ്യ റിപ്പോർട്ടുകളും വന്നപ്പോഴും ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ച സമയത്തും ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവുകൾ വന്ന സമയത്തുമാണ് ട്രാക്ക് മാറിയത്. ഇപ്പോൾ വീണ്ടും ആ നറേറ്റീവിലേക്ക് വരുന്നുണ്ട്. N. വാസുവാണ് അതിന് തുടക്കമിട്ടത് ആ ജാമ്യ ഹർജിയിൽ. അല്ല, CPM നടത്തുന്ന കൊള്ളകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിയമപരമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തി നടത്തുന്ന കൊള്ളയാണ്. നോക്കിപ്പോ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയുടെ കമ്പനി പറയുകയാണ് ഞങ്ങൾക്ക് സേവനം കിട്ടി എന്ന് പറയുന്നു. വീണ വിജയന്റെ കമ്പനി പറയുന്നു ഞങ്ങൾ സേവനം കൊടുത്തു. ഇവർക്ക് രണ്ടിലും പ്രശ്നമില്ലെങ്കിൽ നിയമപരമായി നിൽക്കില്ലെന്നേ. നമുക്കത് രാഷ്ട്രീയ വിവാദമാണെന്നും ഇത് മാസപ്പടി കൈപ്പറ്റിയെന്നും മാസപ്പടി കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചാണെന്നും അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം, LKG പഠിക്കുന്ന കുട്ടികൾക്കറിയാം. പക്ഷെ കോടതിയിൽ അത് നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് സർവീസ് കിട്ടിയോ? സർവീസ് കിട്ടി. അത് ഇപ്പൊ ഈ അന്ന് ചർച്ചകളിൽ വന്നുകൊണ്ടിരുന്നവർ പറഞ്ഞത് MS ഓഫീസിൽ കൊടുത്തതിനാണ്, ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്തതിനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കരിമണൽ കർത്തയുടെ കമ്പനി പറയണേ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ വീണ വിജയന്റെ കമ്പനി ഏൽപ്പിച്ചു, അവർ ലോഗിൻ ID ഉണ്ടാക്കി തന്നു, അതിന് ഞങ്ങൾ 1 കോടി രൂപ കൊടുത്തു, ആർക്കാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നിയമപരമായി ഫസ്റ്റ് ഇൻസ്റ്റൻസ് അത് നിൽക്കില്ല. രണ്ട്, ഇപ്പൊ ഇദ്ദേഹം അതുപോലുള്ള ഒരു വാദമാണ് ഇത്. നോക്കി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 9/10/2025 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ സുനിൽ കുമാർ IPS SSCR 23/2025 സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി UV ഗ്രൂപ്പ് എത്ര സ്വർണമാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അത് ടേബിൾ നമ്പർ 1-ൽ വളരെ കൃത്യമായി കേരളത്തിന്റെ സർക്കാരിന്റെ നിയന്ത്രണമുള്ള വിജിലൻസ് പറയാണ്. തുടർന്ന് UB ഗ്രൂപ്പ് സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വിവരം 1 22/5/1998 11.66 കിലോഗ്രാം, 2 12/6/1998 11.665 കിലോഗ്രാം, 18/7/1998 7 കിലോഗ്രാം, അങ്ങനെ 30.329 കിലോഗ്രാം സ്വർണം എത്തിച്ചുവെന്നും നാഗരാജന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നിന്നുള്ള 50ഓളം ജോലിക്കാർ സന്നിധാനത്ത് താമസിച്ച് പണികൾ നടത്തിയെന്നും അന്വേഷിച്ചതിന്റെ വകയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? ദേവസ്വം വിജിലൻസ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടാണിത്. നോക്കൂ, രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ അത് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡിന്റെ വിവിധ രേഖകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT പലപ്പോഴും നോട്ടീസ് കൊടുത്തു. പക്ഷെ ദേവസ്വം ബോർഡ് അതിന് തയ്യാറായില്ല, അന്വേഷിക്കാൻ സമ്മതിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ രേഖകൾ പരിശോധിക്കാൻ അവർ അനുവാദം കൊടുത്തില്ല. ആ ഘട്ടത്തിലാണ് നിങ്ങൾ ആരുടെ അനുവാദമാണ് കാത്തു നിൽക്കുന്നത്? ഞങ്ങളല്ലേ നിങ്ങളോട് പറഞ്ഞത് പോയി അന്വേഷിക്ക്, പിടിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ പിടിച്ചെടുക്ക്, അറ്റാച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യും എന്ന് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ഞാൻ സംശയിക്കുന്നത് പണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ വകുപ്പ് കത്തിയത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ചില അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൽ ഒരു ഈ സർക്യൂട്ട് ഉണ്ടാവും. ആ സർക്യൂട്ടിൽ അവിടെ ആവശ്യമുള്ള ഫയലുകൾ മാത്രം കട്ടിപ്പോവും. ഏത് അന്വേഷണ വിധേയമായി നിൽക്കുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രം കത്തിപ്പോകുന്ന ഒരു പ്രത്യേകതരം ഇടിമിന്നൽ, വടക്ക് നിന്ന് തെക്കോട്ട് വീശുന്ന കാറ്റ്, ആ കാറ്റിൽ പ്രത്യേകതരം ഇടിമിന്നൽ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട രേഖകളെ മാത്രം കത്തിക്കുന്ന ഒരു ഇടിമിന്നൽ ഉണ്ടായതുപോലെ ദേവസ്വം ബോർഡിന്റെ ഉള്ളിലെ രേഖകളിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കള്ളൻ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കണം. ശരി, ശ്രീ പണിക്കർ, ഇനിയിപ്പോൾ ഈ നറേറ്റീവിലേക്ക് തന്നെ വരുമെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം അങ്ങനെ ആ ജാമ്യ ഹർജിയിൽ പോലും വന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 98-99 കാലഘട്ടത്തിൽ ഇതിനായിട്ട് എത്ര സ്വർണമാണ് നൽകിയത്, അത് തനി തങ്കമായിരുന്നോ, ഇതിന് കൃത്യമായ രേഖകളില്ല എന്നുള്ള നറേറ്റീവാണ് വരുന്നത് ഇപ്പോൾ.
മഞ്ജുഷ്, ഇതിന്റെ ഇതിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ചർച്ചകളിൽ ഒന്നിൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവസാനം സഖാക്കൾ പറയും, ഇന്ത്യയെ കളിപ്പിച്ച് വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്ന മല്യയെ നമ്മൾ തിരിച്ച് കളിപ്പിച്ചു എന്ന രീതിയിലത്തേക്ക് ലാസ്റ്റിൽ സഖാക്കൾ പറയുകയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വീകരണം നൽകുകയും ചെയ്യും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് വെറും തമാശയ്ക്ക് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് സത്യമായി വരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം അവിടെ കൊടുത്തിരിക്കുന്നത് ഒറിജിനലി തന്നെ സ്വർണ്ണമാണോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ അത് ഒന്നാമത്തെ കടമ്പ. രണ്ടാമത്തെ കടമ്പ, ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് അതേ സ്വർണം തന്നെയാണോ എന്നുള്ള പ്രശ്നം. മൂന്നാമത്തേത്, തൊണ്ടി മുതൽ എന്തായാലും അവർക്ക് തിരിച്ചു കിട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണക്ക്. ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഈ കേസ് നിൽക്കുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ രീതിയിലേക്ക് മറ്റൊരു നെഗറ്റീവ് കൂടി ഉണ്ടല്ലോ അല്ലേ? കാരണം ഈ തിരിച്ചെത്തിച്ചത് കൂടുതൽ സ്വർണ്ണമാണ് എന്നുള്ള കാര്യം കൂടി അല്ലേ? ഈ 2019 പൂശിക്കൊണ്ടുവന്നത് കൂടുതലാണ്. അതുപോലെ തന്നെ 2025 പ്രശാന്ത് വാദമാണ് ന്യായീകരണമായിട്ട് പറയുന്നത് കുറച്ച് കൂടുതൽ സ്വർണം, ഇത്ര ഗ്രാം സ്വർണം കൂടുതലിട്ടു എന്നാണ്. അതെ, അത് അവർ മാത്രമല്ല, പാർട്ടി ചാനൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നതാണ്. പാർട്ടി ചാനലും പാർട്ടിയുടെ അവതാരകരും ഒക്കെ തന്നെ ഇതേ അഭിപ്രായം തന്നെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇവരെല്ലാവരും കൂടി കൊണ്ടുവന്ന് ഒപ്പിക്കാൻ പോകുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തേത് സ്വർണം തന്നെയാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. വിജയ് മല്യയുടെ കാര്യത്തിൽ അയാൾ ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനായിട്ടുള്ള ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അയാൾ അന്ന് അയ്യപ്പ ഭക്തന്മാരെയും ദേവസ്വം ബോർഡിനെയും കേരള സർക്കാരിനെയും കബളിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് സ്വർണ്ണമൊന്നും കൊടുത്തിരുന്നില്ല എന്നൊക്കെ പറയും. കാരണം ഇത് എത്ര തവണ ഇവർ ഈ ഉരുപ്പടിയൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ദ്വാരപാലകരെ അവിടെ നിന്ന് അതിൽ നിന്ന് പൊതിഞ്ഞിരിക്കുന്ന ആ പാളി ഇളക്കി കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി വെയിറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ 4.5 കിലോയോളം തൂക്കത്തിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെട്ടിമാറ്റിയിട്ടല്ലല്ലോ. ഇപ്പൊ ദ്വാരപാലകരുടെ കൈയില്ല, കാലില്ല, ശിരസില്ല, അങ്ങനെയല്ല, പൂർണ്ണ രൂപം തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് അളന്നെടുത്തുകൊണ്ട് പോകുന്ന പൂർണ്ണ രൂപത്തിന്റെ ഭാരവും ചെന്നൈയിൽ കൊണ്ടുപോയതിനു ശേഷം അളന്ന് നോക്കുന്ന പൂർണ്ണ രൂപത്തിന്റെ ഭാരവും തമ്മിൽ 4.5 കിലോയുടെ വ്യത്യാസമുണ്ട്. സ്വർണം അതിൽ നിന്ന് അതേപടി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അതിന്റെ ആ ഫിനിഷിങ് കിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്താണ്? പുതുതായിട്ട് അതേ മോൾഡിൽ ഇതിനെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയിരിക്കുന്നത് തട്ടിപ്പാണ്. അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ചെമ്പും അതിന് പുറത്ത് പിന്നീട് പ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ 4.5 കിലോ ഭാരം എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സംശയപ്പെടും. നന്ദി ശ്രീ പണിക്കർ, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി. എന്തായാലും ഈ സംശയങ്ങൾ ഉയരുമ്പോഴും പൊതുജനം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, സന്നിധാനത്ത് നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട്, അത് വലിയ തട്ടിപ്പാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പറ്റി അവസാനിക്കുന്നു. നന്ദി.